50 വ്യത്യസ്ത ഇനങ്ങൾ, എല്ലാവരും ഒന്നിച്ചെത്തിയത് തലസ്ഥാനത്തെ വേദിയിൽ. മത്സരവേദിയിൽ പരിശീലകന്റെ അരങ്ങേറ്റം. ആദ്യ വേദിയുടെ ആശങ്കയില്ല. ആത്മവിശ്വാസത്തോടെ 13-കാരൻ നിതിൻ. നാടൻ നായ്ക്കളുടെ മത്സര ഇനത്തിൽ ചിപ്പിപ്പാറ ഇനവുമായി എത്തിയ പൊള്ളാച്ചി സ്വദേശിയുടെ ചലനങ്ങളിൽ പരിചയസമ്പത്തിന്റെ കരുത്ത്. നായ്ക്കളുടെ ശരീരഘടന, പെരുമാറ്റം, പരിശീലകരുമായുള്ള ബന്ധം, ചലനം എന്നിവ പരിശോധിക്കും. വേദിയിൽ ഇനി നടക്കുന്നത് അച്ഛനും മകനും തമ്മിലുള്ള മത്സരമാണ്. ചിപ്പിപ്പാറ ഇനത്തിൽപ്പെട്ട നായയുമായി നിതിൻ, കൊമ്പായി ഇനത്തിൽപ്പെട്ട നായയുമായി അച്ഛൻ സെന്തിൽവേൽ. ഒന്നിച്ച് പരിശീലിപ്പിച്ചവർ രണ്ടുപേരുടെയും പ്രകടനം ആകാംക്ഷയോടെ നോക്കും. സമ്മാനം നേടിയത് മകനെങ്കിലും സന്തോഷം മുഴുവൻ അച്ഛന്റെ മുഖത്താണ്. எல்லா ஷோக்கும் போற ஒரே ஃபீலிங், ஏதாவது பிரைஸ் கிடைச்சா ஃபீல் பண்றது அவ்வளவு. ஃபீல் பண்றேன். அப்பதானே சப்போர்ட். நான் ரொம்ப ஹாப்பியா ஃபீல் பண்றேன். அவங்களுக்கு அது பேஷன், அது அதனால அவங்க வந்து பண்றாங்க. ஜஸ்ட் தே ஸ்டார்டட் வித் 2 டாக்ஸ்ல ஸ்டார்ட் பண்ணாங்க. அப்புறம் ஒவ்வொரு நேட்டிவ் பிரீட்ஸா வாங்குனாங்க. നാടനിനം നായ്ക്കളെ കൂടെ കൂട്ടാനാണ് പ്രിയം. நேட்டிவ் பிரீட்ஸ் தான் பெஸ்ட் என்னைய கேட்டா. ஏன்னா மெயின்டெனன்ஸ் வந்து ரொம்ப கம்மி, மெயின்டெனன்ஸ் கம்மி, அஃபெக்ஷன் ஜாஸ்தி. எப்பயும் வந்து நம்மளை வந்து யாரும் கை வைக்க முடியாது. മത്സരം പുരോഗമിക്കുകയാണ്. കാഴ്ചക്കാരുടെ കണ്ണുകളിൽ കൗതുകവും. ട്രിവാൻഡ്രം കെന്നൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ 48 and 49 ചാമ്പ്യൻഷിപ്പ് ഡോഗ് ഷോയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡോഗ്സ് എത്തിയിട്ടുണ്ട്. അവർ 2-3 ദിവസം മുന്നേ തന്നെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. പല രൂപത്തിൽ പല നാട്ടിൽ നിന്നുള്ളവർ മാറ്റിവെക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഓരോ കഥകളുണ്ട്. ആ കഥകൾ പറയാൻ അവർക്ക് ഇടവേളകളുണ്ട്. അതിനപ്പുറം മത്സരം റിങ്ങിലാണ്. അനൂപിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഒട്ടുമിക്ക മനുഷ്യർക്കും ഇഷ്ടമുള്ള ഒന്നാണ് നായകൾ, അല്ലേ? നായകളെ പോലെ മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു ജീവി ഉണ്ടോ എന്നതിലും സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോഗ് ഷോയൊക്കെ എക്കാലവും പ്രിയപ്പെട്ടതാകുന്നതും. ഇവിടെ രാഹുലിന്റെ കണ്ണിലുടക്കിയ ആ 13-കാരൻ ഒരു നായ പരിശീലകനാണ്. അതും ഒരു കൗതുകം തന്നെയാണ്, അല്ലേ രാഹുൽ? എനിക്ക് തോന്നുന്നത് ഈ നായകളാൽ സ്നേഹിക്കപ്പെടാത്ത മനുഷ്യർ വളരെ ചുരുക്കമായിരിക്കും, അല്ലെങ്കിൽ നായകളുമായി ബന്ധപ്പെട്ട മനോഹരമായ കഥ പറയാനില്ലാത്ത മനുഷ്യരും ചുരുക്കമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സന്ധ്യ പോലും ഓഫീസിൽ വരുമ്പോൾ പലപ്പോഴും വീട്ടിലുള്ള നായയെ പറ്റിയൊക്കെ വലിയ ഹൃദ്യമായി സംസാരിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിശ്വസിക്കുന്നത്, എവിടെയെങ്കിലും നമുക്ക് തിരിച്ച് സ്നേഹം കൊടുക്കാൻ പറ്റാതെ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഈ നായകളുടെ സ്നേഹത്തോടൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് കരുതുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിലും ടിങ്കു എന്ന പേരുള്ള നായ ഉണ്ടായിരുന്നു. അപ്പം പലപ്പോഴും എനിക്ക് ഓരോ ഘട്ടത്തിലും അത് നമ്മോട് പെരുമാറുന്ന ഘട്ടത്തിലൊക്കെ തോന്നിയിട്ടുണ്ട്, തിരിച്ച് ഇത്രമാത്രം സ്നേഹം കൊടുത്താൽ മതിയല്ലോ എന്ന്. പിന്നീട് ഇവർക്ക് നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു സങ്കടം അല്ലെങ്കിൽ വിഷമം നമുക്ക്, അല്ലെങ്കിൽ നഷ്ടബോധം ഉണ്ടാകുക എന്നുള്ളത്. എല്ലാത്തിനെയും പോലെ തന്നെ നഷ്ടബോധം ഉണ്ടാകുക എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു കൗതുകം, അതായത് ഇപ്പോൾ അവിടെ ആ ഡോഗ് ഷോയ്ക്ക് എത്തുന്ന നായ്ക്കളും അവരെ കൊണ്ടുവരുന്ന ആൾക്കാരുമായി അവർക്കുണ്ടാകുന്ന ഒരടുപ്പം അത് കാണാം. ഒപ്പം പുതിയ ഇനങ്ങൾ അതിനെ പരിചയപ്പെടാമെന്നുള്ള കൗതുകത്തിലാണ് ആദ്യം പോകുന്നത്. ആ കൗതുകത്തിനും അപ്പുറത്തേക്കാണ് ഈ 13 വയസ്സുകാരൻ അവിടേക്ക് വന്നു കയറുന്നത്. കാരണം അദ്ദേഹം വരുന്നു, ആ കുട്ടി വരുന്നു വളരെ പരിചയസമ്പന്നനായ ഒരു പരിശീലകനെ പോലെ നായയെ അവർ പറയുന്ന രീതിയിലൊക്കെ പ്രകടനങ്ങൾ കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ ഒടുവിൽ എല്ലാ ഘട്ടത്തിലും സമ്മാനം വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. പിന്നീടാണ് നടന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോഴാണ് പ്രചോദനമായത്, അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നത് ഈ നായകൾ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു അച്ഛനുമുണ്ട്. സെന്തിൽവേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മകൻ്റെ പേര് നിതിൻ എന്നാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് പരിശീലിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ നെയ്മർ സിനിമ കണ്ടവർക്ക് പരിശീലനത്തിൻ്റെയൊക്കെ രീതികൾ അറിയാം. എന്നാൽ ഇത് എൻ്റെ വേറെ രീതിയാണ്, വ്യത്യസ്തമായൊരു രീതിയിലാണ് ഇവിടെ നായകളെ ഇതിൻ്റെ പരിശോധനകൾ നടക്കുന്നത്. എന്തായാലും അങ്ങനെ രണ്ടുപേരും കുടുംബമായി എത്തി
തമ്മിൽ മത്സരിച്ച് എന്തായാലും അവർ തന്നെ പരിശീലിപ്പിച്ച നായയാണ്, അവരുടെ സ്വന്തമാണ്, ആ സമ്മാനം അവർക്ക് സ്വന്തമാണ് എന്നുള്ള മനോഹരമായ കാഴ്ച കാണാൻ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരു വിദ്യാഭ്യാസം, അത് നായകളുമായി ബന്ധപ്പെട്ടൊരു വിദ്യാഭ്യാസം, അതിനും അപ്പുറത്തേക്ക് അവർ തമ്മിലുള്ള ഈ പരിശീലകരും അല്ലെങ്കിൽ ഈ നായകളെ എന്തായാലും ഇതൊക്കെ കണ്ടറിയണം എന്നുള്ളവർക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പോവുകയാണെങ്കിൽ ഈ ഡോഗ് ഷോ ഒക്കെ നേരിട്ട് കാണാൻ കഴിയുന്നതാണ്. ശരി രാഹുൽ.